നമ്മൾ ഇന്ന് മുട്ട വെച്ചൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനെ നാടൻ ഭാഷയിൽ തക്കാളി മുട്ട ഫ്രൈ എന്ന് പറയും. ഇതിനൊരു പരിഷ്കാര നിയമം കൂടി ഉണ്ട്. അതാണ് ഷാക്ഷുക്ക. ഇതൊരു അറബിക് പേരാണ്. അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ്ചർ ആയിട്ടുള്ള ഒരു സംഭവം എന്നാണ്. അപ്പോൾ നമുക്ക് മിക്കവർക്കും അറിയാനുള്ള സാധനമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ 2 സവാള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ തക്കാളി 4 എടുത്തിട്ടുണ്ട്. പുളി കുറഞ്ഞ തക്കാളി ആണെങ്കിൽ നിങ്ങൾക്ക് 5 എടുക്കാം. വലിയ തക്കാളി ആണെങ്കിലും അതിനനുസരിച്ചിട്ട് എണ്ണം കുറയ്ക്കാം. പിന്നെ 4 പച്ചമുളകും കൂടി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് സവാള ആദ്യം ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ ഒരു സമയം നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയൊക്കെ ആകുമ്പോഴേക്കും നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇതിന്റെ പച്ചമണം മാറ്റണം. ഇതിന്റെ പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും നമുക്കിനി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി നല്ലപോലെ വെന്തുടയുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ഇനി വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങളുടെ തക്കാളിക്ക് പുളി കൂടുതലാണെങ്കിൽ വിനാഗിരി കുറച്ച് ഒഴിച്ചാൽ മതി. ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുക വേണം. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കാം. നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടിൽ 4 ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് വീണ്ടും വേവിക്കണം. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ മുട്ടയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ 4 സൈഡും കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുക്കണം. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഷാക്ഷുക്ക റെഡി.